ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം എപ്പോഴും ഈ അപ്പം എന്ന് പറഞ്ഞത് എങ്ങനെ കേട്ടോ, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുവാണേ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞാൻ പരത്തിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറി വെക്കാനായിട്ടുള്ള സവോളയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മുട്ടക്കറി ഒക്കെ അപ്പം നിങ്ങൾ ഓർക്കുന്നതിന് പുതിയ ഭാവത്തിൽ എന്നെ ഒന്ന് ഷോളൊക്കെ ഇട്ട് ഒന്നല്ലേ. മറ്റേത് ഞാൻ വീഡിയോ എടുക്കുമ്പം എൻ്റെ ഇത്രയും ഭാഗമല്ലേ കൂടുതലും ഇങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇന്നലെ എനിക്ക് എന്തോ ഒരു ചെറിയ ഇതുപോലെ തോന്നി, വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരു ഷോൾ ഇടുന്ന നല്ലതെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് ഷോളൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഷോൾ ഇട്ട് അടുക്കള നിൽക്കാൻ ചേട്ടൻ ഒന്നാമത് സമ്മതിക്കത്തില്ലായിരുന്നേ. എന്നാന്ന് ചോദിച്ചാൽ ഈ ഗ്യാസിന്റെ തീ കയറി പിടിക്കും എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ ശ്രദ്ധിച്ച് നിന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അജിത ബ്രൈറ്റിൽ അജിത ചേച്ചി കാണാൻ മേലെ കൈ മൊത്തം പൊള്ളിച്ച് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയും, ദൈവമേ മാറി നിൽക്കും അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ കൈ പൊള്ളി കഴിയുമ്പോൾ ചേച്ചി അയ്യോ കൈ പൊള്ളി എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. അതുകൊണ്ടായിരുന്നു ഞാൻ കൂടുതലായിട്ടൊക്കെ. പിന്നെ ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇന്നലെ എന്നോട് രണ്ടുമൂന്ന് പേരൊക്കെ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കുക്കിങ്ങും, ജയചേച്ചി പറഞ്ഞു കുക്കിങ്ങും കാണാം ജീനയും കാണാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ശ്രീദേവി പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ചേച്ചി ചോദിച്ചു ജീന ക്യാമറയുടെ പൊസിഷനൊക്കെ മാറ്റിയോ എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാട്ടോ. എനിക്ക് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ലേ. സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാൻഡ് ഇവിടെ വെച്ചാൽ ഭയങ്കര ഹൈറ്റാണ്. പിന്നെ ഈ സെൽഫി സ്റ്റിക്ക് വെച്ചാൽ അതിനൊട്ട് ഹൈറ്റ് കിട്ടുന്നുമില്ല. അപ്പം ഞാൻ എന്നെ കാണിച്ചെന്നറിയാമോ, എൻ്റെ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റുണ്ട്, അതെടുത്ത് ആ മൂലക്കോട്ട് വെച്ചിട്ട് ആ ബക്കറ്റിൻ്റെ പുറത്തോട്ട് വെച്ചു. അപ്പം എനിക്ക് നല്ല സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ സവോളയൊക്കെ വട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളോടൊക്കെ ഒരു രഹസ്യം പറയാൻ കേട്ടോ. രഹസ്യം തന്നെയല്ല, ഒരു സന്തോഷം കൂടാണ്. തെറ്റിദ്ധരിക്കണ്ട. ഇന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നു നടപ്പത്തേക്ക് എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഈ പ്രായത്തിലോ, പിന്നെ അങ്ങനെ പ്രായമൊന്നും ഇല്ല കേട്ടോ. അതിനൊക്കെ ദൈവം തരും പല്ലാട്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ, അതിന് പ്രായമൊന്നുമില്ല. അപ്പം പുതിയ കാര്യം എന്നാന്ന് ചോദിച്ചാല്, നമ്മുടെ ചീമപ്ലാവില്ലേ കുറെ ദിവസമായിക്കൊണ്ട്, അതിൽ കുറെ ദിവസമല്ലേ 5 വർഷത്തോളമായി നട്ടിട്ടെ. 3-ാം വർഷം കായ്ക്കുമെന്നും പറഞ്ഞ് തന്ന സാധനമാണ്. ഇതുവരെ അത് കാ പിടിച്ചില്ലെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നേ. അത്രയും കഷ്ടപ്പെട്ടൊക്കെ ഞാനുള്ള ചാണകവും വാരി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മരം വലിയതായി ഒരൊറ്റ തിരി പോലും അത് വരുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ടേ, ആ ചേച്ചി ഞാൻ ഇന്ന് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. ഒരെണ്ണം തന്നാൽ മതി, ഞങ്ങൾ 2 വീട്ടുകാരുടെ പപ്പാന്ന് വെച്ചിടത്തോളം വരെ പറയാന്ന്. അതുപോലെ ഞങ്ങൾ അതിനെ എന്തെങ്കിലും നോക്കി പറയാം. എന്നോട് ഒരു നമ്മുടെ ജയവരനിലെ ജയചേച്ചി പറഞ്ഞു, ജീന ഭീഷണിപ്പെടുത്താൻ പറഞ്ഞു. അപ്പം ഞാൻ ചീമപ്ലാവിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ആണെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, നീ എൻ്റെ കാല് വയ്യാതായെന്ന്. ഞാനപ്പോൾ ചീമപ്ലാവിനോട് ചോദിച്ചു, നിന്നെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കാല് വയ്യാതായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിന്നെ വെട്ടിക്കളയത്തില്ല, ചുമ്മാ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി, ഈ ചാണക വെള്ളം നമ്മൾ എന്നത്തിന് ഒഴിച്ചാലും ഗുണമുണ്ട് കേട്ടോ. എന്നത്തിനാണേലും, മുല്ലയാണേലും മാവാണേലും പ്ലാവാണേലും ഒക്കെ ഗുണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചാണകവെള്ളം കലക്കിയത് അതിൻ്റെ ചോട്ടി നല്ലപോലെ ഒഴിച്ചു കൊടുത്തേച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഇത് തിരി വന്നത്. എന്നാലും പൊഴിഞ്ഞു പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്നെ അല്ലത് കായ്ക്കൂന്ന് മനസ്സിലായി. അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ. നമ്മളൊരു സാധനം നട്ട് വെച്ചിട്ട് അത് കാ പിടിക്കാതെ പോകുമ്പോൾ നമുക്ക് എന്നാ വിഷമം. അതൊരു കുഞ്ഞൊരു ചാമയാണെങ്കിൽ പോലും നമുക്ക് സങ്കടമല്ലേ. എന്നായാലും ഇവിടെ ഭയങ്കര പിടിച്ചോറിയുള്ള ഒരു സാധനം കേട്ടോ ഈ നാട്ടിൽ, ഈ ചീമച്ചക്ക എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ. ഇച്ചിരി ഉള്ളത് ക്യാമറ സെറ്റ് ആക്കട്ടെ. എൻ്റെയൊക്കെ അമ്മയുടെ വീട്ടില് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞങ്ങളുടെ വെല്ലുമിച്ചയൊക്കെ അത് തേങ്ങാപ്പാല പൊഴിച്ച് പുഴുങ്ങി എടുക്കുമായിരുന്നു, പിന്നെ കറി വെക്കുമായിരുന്നു, തോരൻ വെക്കാൻ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നെ നിൽക്കരുത്, എനിക്ക് ഈ ചീമച്ചക്ക ഒന്നും ഇഷ്ടമല്ലായിരുന്നേ. പിന്നെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു കാര്യം ഉണ്ടല്ലോ, കേട്ടി ചെല്ലുന്ന വീട്ടിൽ എന്നാ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തരുന്നെല്ലാം നമ്മൾ കഴിക്കും. വേണ്ടാന്ന് പറയത്തില്ല. വേണ്ടാന്ന് പറയാൻ നമുക്ക് പേടിയാണ്. അപ്പൊ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മ ചീമച്ചക്ക തോരൻ വെക്കുകയും മപ്പാസ് വെക്കുകയൊക്കെ ചെയ്ത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രുചി കിട്ടും. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, എടി ഇതാ നിന്നോട് രുചി വന്നപ്പോൾ നീ ഇവിടെ വെച്ച് നിനക്ക് വേണ്ടായിരുന്നു, അപ്പൊ അവിടെ ചെന്നപ്പോൾ നിനക്ക് കഴിക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അന്ന് മലയുടെ പിള്ളേർക്ക് എല്ലാം ഇഷ്ടമാണ് ചീമച്ചക്ക. മപ്പാസ് വെക്കുന്ന ഏറ്റവും ഇഷ്ടം. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല കേട്ടോ, ദോശയ്ക്കും ഒക്കെ നല്ലതാണ്. ചീമച്ചക്ക മപ്പാസ് വെച്ചാൽ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഇവിടെയൊക്കെ മേടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ചുണ്ണിക്ക ചീമച്ചക്കയ്ക്ക് പോലും ഉണ്ടല്ലോ 75 രൂപ 50 രൂപയൊക്കെയാണ് ഓരോ എണ്ണത്തിന്റെ വില. അതുപോലെ വിലയാണ്. ഞങ്ങളുടെ മൂത്ത ചേട്ടനുണ്ടല്ലോ, എവിടെ കണ്ടാലും എന്നാ വിലയാണെങ്കിലും മേടിച്ചുകൊണ്ട് വരും. അത് 3 വീട്ടോട്ടും കൂടെ ആയിട്ടാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയായിരുന്നു എപ്പോഴും ഇവിടെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നും മുതലേ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാമല്ലോ. പിന്നെ അപ്പുറത്തെ ചേച്ചിയൊക്കെ വീട്ടില്
ഒരു പ്രാവശ്യം അങ്ങ് ചേച്ചിയൊക്കെ കുടുംബത്തുനിന്ന് അവിടുത്തെ മൂത്ത മോന് സ്ഥലമൊക്കെ ഉണ്ടേ. അപ്പൊ ആ കൊച്ചു ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് തന്നു. അത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർക്ക് കടയിൽ കൊടുത്താൽ നല്ല വില കിട്ടുമായിരുന്നു. എന്നിട്ട് ആ ചേച്ചിയും പിള്ളേരും കൂടെ എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അന്നേരം എനിക്ക് കിട്ടിയായിരുന്നു. ഇത് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് ചെന്നിട്ട് പ്രയോജനം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ ഇതൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് പറഞ്ഞില്ലേ കൈക്കൊക്കെ വേദനയാണ്. ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പം രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് ഇച്ചിരിയുടെ കഴിഞ്ഞേ പോകത്തുള്ളൂ. എപ്പോഴാണ് പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. പോകണം, എന്നാലും ആശുപത്രി പോകണം. അപ്പം എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി വെച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കറി ഒന്നും വെക്കുന്ന കാര്യം ഒന്നും തീരുമാനിച്ചില്ല കേട്ടോ. എനിക്ക് ഇന്നലെ മണിയമ്മ ചക്കക്കുരും മുരിങ്ങയ്ക്കായും കൂടെ തന്നെ അച്ചുമൊക്കെ വെച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മുരിങ്ങയ്ക്കായും ചക്കക്കുരും ഉണ്ട് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. മണിയമ്മയുടെ അവിടെ ഇല്ല. മണിയമ്മയ്ക്കതിലൊക്കെ ഒന്ന് ആരാണ്ട് കൊടുത്തതിന് കുറച്ച് എല്ലായിടത്തും ചക്കയൊക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് എനിക്കും കൂടെ തന്നു വിട്ട് കുറച്ച് ചക്കക്കുരു ഞാൻ അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജയചേച്ചിയുടെ ചീരവയിലുണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയായി. ചീര കിളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അതിന് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ചീരയും ചക്കക്കുരു ഇട്ട് എനിക്കും ഭയങ്കര ഒരു ആഗ്രഹം അത് ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ ജോമ എന്നോട് പറഞ്ഞ് അടിപൊളി ടേസ്റ്റാണ്. ജോമയുടെ വീട്ടിൽ ജയചേച്ചിയുടെ വീഡിയോ കണ്ട ജോമയൊക്കെ അത് ഉണ്ടാക്കിയത്. അങ്ങനെ അത് ഒന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ മുട്ടക്കറിക്ക് വെജിറ്റബിൾ മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വെക്കാൻ കഴിയും, ഇച്ചിരി കൊഴുപ്പ് കിട്ടാനുണ്ട്. നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആക്കണം. മുട്ടയെല്ലാം പുഴുങ്ങി വെച്ചേ. പിന്നെ ചപ്പാത്തി കൂടെ ഒക്കെ പരത്തിച്ച് എന്നാ ചൂടാന്നേ, ഭയങ്കര ചൂടാണ്. രാവിലെ ഇട്ട് വേർത്ത് കുളിക്കാൻ തുടങ്ങിയത്. ഇന്നലെ ഞാനിട്ട് നൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് ഞങ്ങൾ എറണാകുളത്തു നിന്ന് എനിക്ക് ചേട്ടൻ്റെ സെലക്ഷൻ കേട്ടോ. ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് നൈറ്റി മേടിച്ചെന്നൊക്കെ ഉള്ളത്. എറണാകുളത്ത് നമ്മുടെ ഏതായിരുന്നു അതിൻ്റെ പേര് മറന്നു കേട്ടോ. ഒത്തിരി നാളായി മേടിച്ചത്. പക്ഷെ നല്ലപോലെ വില കൂടുതല. പക്ഷെ നൈറ്റി നല്ല നൈറ്റി കേട്ടോ. നമ്മൾ ഇപ്പം വില കുറഞ്ഞൊരു നൈറ്റി മേടിച്ചാൽ ഒരു 6 മാസം ഇടുന്നെങ്കിൽ ഈ വിലയുള്ള നൈറ്റി ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കും. ഇതിപ്പോൾ മേടിച്ചിട്ട് എനിക്ക് 1 വർഷത്തിനൊക്കെ മേളിലായി. അങ്ങനെ കളർ പോവോ എന്തെങ്കിലും ചെയ്ത് അവർ തിരിച്ചെടുക്കും കേട്ടോ. നല്ല വിലയുള്ള സാധനം നല്ലതാണ്. ഇനി ഇതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് ചീമച്ചക്ക അതിൻ്റെ കാവ് അതിന് ഭയങ്കര സന്തോഷമാണ്. സത്യം എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ക്ഷമയോട് കാത്തിരിക്കും കേട്ടോ. ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് ക്ഷമയോടെ ഞാൻ കാത്തിരിക്കാതെ എന്തെങ്കിലും ഒരിക്കലും നമുക്ക് അതിന് ഗുണം കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എനിക്കത് ഈ ദൈവത്തോടുള്ളൊരു വിശ്വാസം തോന്നുന്നു. നമുക്കത് ശരിയാകും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പുറത്തെ ചേച്ചിയോടൊപ്പം ചേച്ചിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ചേച്ചിയും അയ്യോ ഉണ്ടായിരുന്ന ആ ഒരു മുഖം കാണുമ്പോൾ നമുക്കറിയാം സന്തോഷം. ഇച്ചിരി ഉപ്പ് കാണാം. പിന്നെ ഇപ്പം ഇങ്ങനെ ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ എനിക്കും എന്തോ ഒരു പോസിറ്റീവ് എനർജി ഒന്നുമില്ല. മറ്റേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് വണ്ണമൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ വീഡിയോ വരാൻ ഭയങ്കര മടിയാണ്. അതാ ഏറ്റവും കൂടുതലുള്ള പ്രശ്നമേ. എന്നാന്ന് വെച്ചാൽ കാണുന്നവർ പലരല്ലേ, നമ്മൾക്ക് വരുന്ന കമൻറ്റ് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കമൻറ്റുകളൊക്കെ വരും. അതൊക്കെയായിരുന്നു. പക്ഷേ എങ്കിൽ ഇന്നലെ ചെന്നിട്ട് ഷോളിടാൻ നിമിഷം എനിക്ക് ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഇതുപോലെ തോന്നി. അപ്പോൾ ഇന്നോട്ടോർത്ത് ഷോളിട്ടുകൊണ്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ട്. ചപ്പാത്തി കഴിഞ്ഞ ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ആരോ പറഞ്ഞു ഇതിനേക്കാൾ എളുപ്പം അല്ലാതെ ഉണ്ടാക്കുന്നതല്ലേ നല്ലതെന്ന്. പക്ഷെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം കേട്ടോ അതിൻ്റെ എളുപ്പം. നമ്മൾ ഏതൊരു കാര്യം നമുക്ക് ആദ്യമേ തോന്നും പാടാണ്. ഞാനും ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കാൻ. ഞാൻ 2 രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എളുപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ചുമകളാണോ എന്നാ പോലെ? ഇല്ല, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ അങ്ങനെയേ ഉള്ളൂ. ആ പൊളിച്ചു. കണ്ണൻ ട്യൂഷന് പോയേട്ടോ. രാവിലെ ചായ കുടിച്ചു 9 മണിയാകുമ്പോൾ അവൻ്റെ ട്യൂഷൻ 9 മണിയാണ്. ഇന്ന് താമസിച്ചെന്നേ ഓരോ കാര്യമായിട്ട് ഈ ചീമച്ചക്കയുടെ പുറകെ പിന്നെ 2 കപ്പക്കമ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കപ്പ നടാനായിട്ട്. അതൊക്കെ ഞാൻ കാണിക്കാം വീഡിയോയിൽ. അപ്പം കപ്പയൊക്കെ നടാൻ വേണ്ടി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഉള്ളത് കൊണ്ടുണ്ടല്ലോ അതൊക്കെ അപ്പുറത്ത് 2 വീട്ടിൽ നിന്ന് മേടിച്ചാൽ 2 സൈസ് കപ്പയാട്ടോ. ഒന്ന് നമ്മുടെ സാധാ കപ്പ, ഒന്ന് ഷുഗറുകാർ കഴിക്കുന്ന സൈസ് കപ്പ. ആ കപ്പ നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ കപ്പ കഴിക്കുമ്പം നമുക്കൊരു ക്ഷീണം വരത്തില്ലേ? ഈ കപ്പ കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരത്തില്ല. ക്ഷീണം ആ ഒരു ഇതില്ല, തളർച്ചയില്ല. അത് കപ്പയുടെ ഇലയ്ക്കും വ്യത്യാസമുണ്ട് കേട്ടോ. കപ്പയുടെ ഇല പോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ ഇലയ്ക്ക്. മറ്റേ ഇല പോലല്ല. ഞാൻ നട്ട് കഴിഞ്ഞ ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. അയ്യോ, ചപ്പാത്തി പരത്തി വെച്ച് തിരിച്ചു പോയി. തന്നെ കിട്ടി, ഇതിനകത്ത് എന്തോ കൊണ്ടുപോയി. അയ്യോ, പണി കിട്ടി. അതെന്നാന്നറിയോ, ചപ്പാത്തി പരത്തി വെച്ചേച്ച് ഞാൻ ഓരോരോ കാര്യങ്ങൾക്ക് പോയി. ഞാൻ സാധാരണ പരത്തി വെച്ചേച്ച് പിന്നെ അത് കഴിയുമ്പോൾ ഉണ്ടാക്കുവാണ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, പോകാതെ തിരിച്ചിട്ട് നോക്കിയാലും അടിയാതെ പെട്ടെന്ന് ഇതേ അങ്ങ് അമർന്നു പോയി. കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. ഞാൻ എടുത്തണം, കുഴപ്പമില്ല, എടുത്തണം. ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോൾ കണ്ണൻ ട്യൂഷന് പോയേക്കാം. രാവിലെ ചായ കുടിച്ച് ചുണങ്ങ് പോയെ 9 മണിയാകുമ്പോഴത്തേക്ക് അവൻ വരും. അന്നേരം അവന് കൊടുത്താൽ മതി കഴിക്കാനായിട്ട്. ഞാൻ ഇത് പരത്തി വെച്ചിട്ടുണ്ടല്ലോ, ഓരോ കാര്യത്തിന് നടക്കുമായിരുന്നു നീ. കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ എനിക്കൊന്ന് എൻ്റെ പേരുകൾ ഇങ്ങനെ എടുത്തപ്പോൾ അതിൽ അമർന്നു തോന്നുന്നു, അങ്ങനെ പറ്റിയതാണ്. പിന്നെ ഇത് ഞാൻ മൈദയും ഇച്ചിരി ആട്ടയും കൂടെ ചേർത്താണ് പരത്തേക്കുന്നത്. അപ്പം മൈദയും കൂടെ ആകുമ്പോഴത്തേക്കും പരത്തി വെച്ച് പെട്ടെന്ന് ലൂസാക്കും മാവ്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിലേ ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും, നമുക്കിത് തന്നെയാണ് എളുപ്പമെന്ന് മനസ്സിലാകും. ഇത് ഞാൻ ഇന്ന് തീയിൽ പൊളിച്ചെടുക്കാനായിട്ടാണ്. ബബിൾക്കൊക്കെ വലിയുന്ന പോലെ വലിഞ്ഞു പോകുന്നു ചപ്പാത്തി എടുക്കുന്നത്. ചില സമയത്ത് ശരിയാകാതെ വരും, നമുക്ക് ഒരുപോലെ വരും. പിന്നെ പനലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാം വീട്ടമ്മമാർക്കുള്ളതല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ലതായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ നമ്മൾ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. ഞാൻ ഇത് കുറച്ചൊന്ന് ചുട്ടേച്ച് തീ പൊളിക്കുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് തീർന്നു പോയി കേട്ടോ. ഇവിടെ ഗ്യാസ് കുറ്റിയൊക്കെ മാറുന്ന ഞങ്ങളൊക്കെ തന്നെ കേട്ടോ. ഞങ്ങൾക്കതല്ല, ഞാൻ മാത്രം ഇടയ്ക്കുന്നത്. ഇവരപ്പനും മക്കളും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലൊരു കുഴപ്പം എന്നാന്നറിയോ, പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അത് നമ്മളെ ചെയ്തോളൂ, പിന്നെ അവർ മൈൻഡ് ചെയ്യത്തില്ല. അതേസമയം നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാനുണ്ടല്ലോ, ഇവർ തന്നെ ചെയ്തോളൂ. ഇതിന് ലീക്ക് കാണുമോ എന്നൊരു സംശയം കേട്ടോ. ഇതിന് ലീക്ക് കാണുമോ എന്നൊരു സംശയം. അതിന്റെ മേലോട്ട് എയർ കയറി കത്തി കുഴപ്പമില്ല. അത് കറി മതി, അത് അത്ര പറ്റിയാണ്. ഈ വീടുകളിലെല്ലാം എന്നാന്നറിയാവോ, നമ്മൾ ചെയ്ത് പോയെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഈ ആണുങ്ങളാണേലും മക്കളാണേലും ഉണ്ടല്ലോ പിന്നെ അതെല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ ജോലി എന്നുള്ളൊരിതാണ് ഗ്യാസ് കുറ്റി മാറുക. ഒരു വിറക് നമ്മൾ തന്നെ ഒന്ന് കീറിയെടുത്തേ, പിന്നെ വിറക് കീറാൻ ആരും ഇല്ല, നമ്മൾ തന്നെ കീറണം. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്നേ, ഈ ആരെ കൊണ്ട് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമല്ല. മനസ്സറിഞ്ഞ് ചെയ്തു തന്നാൽ ഞാൻ അതെടുക്കും. മോനെ ഈ ഇതിന്റെ സംഭവം ഞാൻ കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഈ ചപ്പാത്തിയുടെ ഇതെടുക്കുന്ന പൊള്ളിച്ചെടുക്കുന്നത്, എടുക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടോ അതിനകത്ത്?
കഴിഞ്ഞൊരു ദിവസം ഞാൻ എടുത്ത പിന്നെ അത് കണ്ടില്ലായിരുന്നു. ഉണ്ടോ? എന്നാൽ ഇതൊന്ന് ചുട്ടുവിട്ടെടുക്കാവോ? തുണി തന്നെ ഇന്ന് എടുത്തിട്ടൊരു തുണി ഉണ്ടല്ലോ ഇവിടെ, അങ്ങനെ കഥയുടെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പച്ചത്തുണി കൈ തുടയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പം നമ്മുടെ ഗ്യാസ് ഒക്കെ മാറ്റി ഫിറ്റ് ചെയ്തു. ചപ്പാത്തി ഓരോന്നും പൊള്ളിച്ചെടുക്കാൻ തുടങ്ങണേ. വാ വേഗം വാ, തീ കത്തിച്ച്. ഇതെടുത്ത് അതിനകത്ത് മാറ്റിയത് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇതാക്കിയാൽ മതി. ഒരു സൈഡ് വെന്തോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എളുപ്പം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഓരോരുത്തരുടെ വശമാണ്. നമുക്കാരും എനിക്കാണേലും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുടെ ജോലിയിൽ ഓരോ വശമുണ്ടല്ലോ. ഒരാൾ നമുക്കിങ്ങനെ ചുട്ട് എടുക്കാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് കാര്യം കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ചെറിയ സ്പീഡ് കുറയും. ചേട്ടനാട്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചുട്ട് തരാനൊക്കെ ഒന്ന് സഹായിക്കുന്നത്. ഞാൻ വിളിച്ച് നോക്കട്ടെ, വരുമോ എന്ന് എനിക്കറിയത്തില്ല. വന്നാൽ ഞാൻ വീഡിയോ എടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയും, ഇനി എൻ്റെ വീഡിയോ എടുക്കില്ല ഞാൻ ചെയ്യുമ്പോഴെന്ന് പറയും. നോക്കട്ടെ, വരുവാണെങ്കിൽ വീഡിയോ എടുക്കാം. ചപ്പാത്തി ഇവിടെ ഹെൽപ്പ് ചെയ്യാമോ? ഇവിടെ ഒന്നും ഇല്ല, പുറത്തെങ്ങാണ്ട് ഇറങ്ങി നിൽക്കുക. അപ്പുറത്തെ പറമ്പിലെ മരം മുറിക്കണം, എനിക്കൊന്ന് അവിടോട്ട് പോയെന്ന് തോന്നുന്നു. ആ വെളി വർത്താനം കേൾക്കുന്നുണ്ട്. വിളിച്ചോ ചേട്ടാ? എന്തോ? ഞങ്ങൾ ബാബുച്ചേട്ടനെ വിളിച്ചായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കാൻ കൂടാവോന്ന് ചോദിച്ചു. ചപ്പാത്തി നോക്കാം. എന്നാ മീനാ കിട്ടിയേ? ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് താമസം വന്നേ കരിഞ്ഞു പോകും. രണ്ടിനും കൂടെ ചെയ്യുമ്പോഴത്തേക്ക്. അതും എടുക്കാം. വീഡിയോ എടുത്തിരിക്കണേ. ഞാൻ പറഞ്ഞ കണ്ടല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ചേച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീഡിയോ ആണ്, ഒന്നും പറയില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഉള്ളു കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല. വന്ന് ഞാൻ കണ്ടായിരുന്നു. ലൈൻ ഓഫ് ചെയ്തെന്ന് തോന്നല്ലേ? ഓഫ് ചെയ്തിപ്പം ഒന്നും വാങ്ങി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതൊന്ന് ചുട്ടെടുക്കട്ടെ. അല്ലെ ഒത്തിരി നീണ്ടു പോകും വീഡിയോ, നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറടിക്കുകയും ചെയ്യും. ഒത്തിരി നീണ്ട് അങ്ങ് കിടക്കും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ട് ഞങ്ങൾക്ക് വർത്താനമൊക്കെ പറഞ്ഞെന്ന് വേണം ചുടാനായിട്ട്. അപ്പം അപ്പൊ നിങ്ങൾ ഓർക്കും വർത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കൂടെ കേട്ടോളാന്ന്. അത് വേണ്ട കേട്ടോ. ഗ്യാസ് ഊറ്റി വരെ മാറ്റി വെച്ച ചപ്പാത്തി എല്ലാം റെഡിയായി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ചപ്പാത്തി എടുക്കും. വരാറായില്ലേ? ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു കേട്ടോ. വന്ന് എപ്പോഴത്തേക്ക് അച്ചു കോവയ്ക്കൊക്കെ എല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഇത്ര നേരം അടുക്കള ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് മെഴുക്കോട്ട് വെക്കാനായിട്ട്. പിന്നെ മീനും കുറച്ച് വെട്ടിയെടുത്ത് വെച്ചു. വറപ്പോഴത്തേക്ക് വറക്കാനുണ്ടോ, ബാക്കി ഞാൻ പറയാം വറന്നെടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക പച്ചക്കറി വെക്കാനായിട്ട് മുളകും
ഉള്ളി എല്ലാം കൂടിയിട്ട് വേവിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതിൽ തേങ്ങ അരച്ചെല്ലാം ചേർക്കണം. മീൻ വറുത്ത് കഴിഞ്ഞ് ഇനി ഇതിനൊക്കെ കടുകും കൂടെ ഒക്കെ വറുത്ത് കഴിഞ്ഞാൽ ചോറ് പിന്നെ കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വെച്ച് ഊറ്റി. അപ്പം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ എവിടെ പോകുന്നത്, എന്നതിനാ പോകുന്നതെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഹോർമോണിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ചെറിയ പ്രശ്നമല്ലെന്നേ, എനിക്കങ്ങ് ഒത്തിരി നാളായി തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെയൊക്കെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നേ. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും ഇല്ല കേട്ടോ, 4 ദിവസമൊക്കെ ഉള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയ സമയത്ത് ബ്ലീഡിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ ഒരു ഗൈനിക്കിനെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടറെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഡോക്ടർ എന്നായിരുന്നു ഹോർമോൺ ഗുളികയാണ്, ബ്ലീഡിങ് കുറയാനാണെന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ ഹോർമോൺ ബ്ലീഡിങ് കുറഞ്ഞൊന്നും ഇല്ലായിരുന്നു ആ പ്രാവശ്യം കഴിച്ചിട്ട്. ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അത് കഴിച്ച് പിന്നത്തെ പ്രാവശ്യം 5 ദിവസം ലേറ്റായി, പിന്നെ 15 ദിവസം, പിന്നെ 20 ദിവസം, പിന്നെ 1 മാസം, അങ്ങനെയൊക്കെ ലേറ്റായി വന്ന് പിന്നെ 1 വർഷത്തേക്ക് പീരീഡ്സ് ആകാതായി. അങ്ങനെ എനിക്ക് ഹോർമോണൊക്കെ ഹൈ ആയി, ഭയങ്കരമായിട്ട് അങ്ങ് വണ്ണമൊക്കെ വെച്ച് എനിക്ക് മുഴുവൻ മനുഷ്യരോടും ദേഷ്യമായിരുന്നു. എനിക്ക് ആരെ കണ്ടാലും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അച്ഛനോടായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ വഴക്ക്. അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു സമയത്തൊക്കെ. അവളെന്നും കരഞ്ഞോണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നത്. എനിക്ക് വെച്ചാൽ അവൾ ദേഷ്യം, അവൾ എന്നെ ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ബാബുച്ചാറിനോട് ദേഷ്യം, അങ്ങനെയല്ല. പിന്നെ എനിക്കെന്താ ഇവിടെ നിന്ന് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരുന്നു. എനിക്ക് ആരും എന്റേതൊക്കെ പിന്നെ സങ്കടം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയി ഒത്തിരി അങ്ങ് ഇതായി കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ പിന്നെ എൻ്റെ കാലിന് വേദന തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ കോട്ടയം കാരിത്താസിൽ കൊണ്ട് കാണിച്ച്. അവിടെ കാണിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. വെയിറ്റ് ഒക്കെ കുറച്ച് നല്ലപോലെ വെയിറ്റ് എല്ലാം കുറച്ച് എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് കൊറോണ വന്നത്. പിന്നെ ഡോക്ടറെ കാണാൻ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പം വീണ്ടും ഞാൻ കൈക്ക് വേദന, കൈയുടെ ഈ മുട്ടിന് ഭയങ്കര വേദനയാണ്. രാത്രിയും പകലും എല്ലാം വേദനയാണ്, ഒരു ജോലിയും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഇപ്പോൾ ഒത്തിരി ഞാനങ്ങ് കഴിക്കുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ലേ. ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകും ഏത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും. ഒരു പാരസെറ്റമോൾ കഴിച്ചാലും നല്ല സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. പൊതുവെ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് സമയം ആയുർവേദമാണ് എനിക്ക് അത്രയും പ്രശ്നമില്ല. നമുക്ക് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും വരത്തില്ലേ, ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്തില്ല ആയുർവേദം കഴിച്ചാലും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആയുർവേദം ഇച്ചിരി കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ വിനോദ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റൽ ഡോക്ടർ ഇരിപ്പുണ്ട്, ചെറുകപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ഗവൺമെന്റ് തന്നെയാണ്. അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഡോക്ടറെ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് ഇന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഡോക്ടറെ പോയി ഇന്ന് കണ്ട്. മെഡിസിൻ ഒന്നും ഒരുപാട് തന്നില്ല കേട്ടോ. എൻ്റെ അരിഷ്ടം ഏതാണ്ട് തന്നെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അരിഷ്ടവും പിന്നെ രണ്ടുന്ന് ഒരു ഗുളിക, പിന്നെ ഒരു പൊടി, ഇത്രയേ ഉള്ളൂ. പിന്നെ ഡയറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് മൊത്തം. ഫുഡ് ശരിക്കും കൺട്രോൾ ചെയ്തിട്ട് ഒരാഴ്ച ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു, എന്നിട്ട് ബാക്കി കാര്യം പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ കാലിന് മുട്ടിന് വേദനയും കൈക്കൊക്കെ വേദനയായിട്ടും നടക്കാനൊന്നും പോകാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നോട് പറഞ്ഞു വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ, വെയിറ്റ് നല്ലപോലെ കുറച്ചാലേ ഇതിന് മാറ്റം വരുള്ളൂ. ശരിയാട്ടോ, നമുക്ക് ഇങ്ങനെ ഹോർമോൺ തരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വെയിറ്റ് കുറച്ചാൽ ഫുഡിന് ഒരുപാട് കൺട്രോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുഡ് കൺട്രോൾ ആയിരുന്നു, പക്ഷെ ഒരു സമയമില്ലായിരുന്നു എനിക്ക്. രാവിലെ ഇന്നിപ്പോൾ 7 മണിക്ക് കഴിക്കണമെങ്കിൽ നാളെ 8 മണിക്കായിരിക്കും, മറ്റന്നാൾ 9 മണിക്കായിരിക്കും. ചിലപ്പോൾ രാവിലെ കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് ചിലപ്പോൾ 1 മണിക്കായിരിക്കും, ചിലപ്പോൾ 12:30-ക്കായിരിക്കും, ചിലപ്പോൾ 2 മണിക്കായിരിക്കും. ചേട്ടൻ വരാൻ താമസിച്ചാൽ 3 മണിക്ക് 4 മണിക്കൊക്കെ കഴിക്കും. വൈകിട്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ വരുന്നതാണ്. വൈകിട്ട് പിന്നെ ഫുഡ് കഴിപ്പില്ല എനിക്കങ്ങനെ. വൈകിട്ടും അത് തന്നെയൊക്കെയാണ് സിറ്റുവേഷൻ. ഞാൻ കഴിക്കുന്ന രീതിയൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഉറക്കം ചിലപ്പോൾ 11 മണിയാകും, 12 മണിയാകും. ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ രാത്രി ഉറക്കം തീരെ കുറവാണ് എനിക്ക്. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. 10 മണിക്ക് മുന്നേ ഉറങ്ങണം. പിന്നെ വെളുപ്പിന് എണീക്കുന്നതിന് എനിക്ക് മടിയില്ല കേട്ടോ. അത് 4 മണിക്കല്ലോ 3 മണിക്കാണെങ്കിലും എണീക്കാൻ പറയാൻ എണീക്കും. ഞാൻ എന്നെയുള്ള 5 മണിക്ക് 5:30-ക്ക് മുന്നേ ഞാൻ എപ്പോഴും എണീറ്റിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനി 5:30 ആക്കിക്കോളാൻ പറഞ്ഞു. 5:30 ആകുമ്പോഴത്തേക്ക് കൃത്യസമയത്ത് എണീക്കുക, ഉറങ്ങുന്നതും കൃത്യസമയമാക്കുക, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ മെഡിസിനേക്കാൾ കൂടുതൽ അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മധുരം തൊടുകയേ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മധുരം കഴിക്കണം. അലുവയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പോൾ വെയിറ്റ് കൂടാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ ഒത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും വേണ്ടാന്ന് പറഞ്ഞു, പൂർണ്ണമായിട്ട് നിർത്തിയേക്കാൻ പറഞ്ഞു. ഈ ഒരാഴ്ച ശരിക്കും ഒന്ന് കൺട്രോൾ ചെയ്തില്ല വന്ന് മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി വെച്ച്. മധുരമുള്ള ഒരു സാധനം, പിന്നെ ആപ്പിൾ കഴിക്കല്ലോ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു. ആപ്പിൾ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ആപ്പിളും വെയിറ്റ് കൂടുന്ന സാധനങ്ങളൊക്കെയാണ്, ആപ്പിൾ കഴിക്കേണ്ട. ഓറഞ്ച്, മുന്തിരി, പിന്നെ പേരയ്ക്ക കഴിച്ചോളാൻ പറഞ്ഞു. അതുപോലെ കപ്പളങ്ങപ്പഴം, പിന്നെ റോബസ്റ്റ പഴം, ഇതൊക്കെ കഴിച്ചോളാം. പിന്നെ സലാഡുകൾ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴുള്ള മിക്കവർക്കും ഉണ്ട്, പക്ഷെ പലർക്കും മനസ്സിലാകില്ല കേട്ടോ. നമുക്ക്
ഇപ്പോഴുള്ള മിക്ക പെണ്ണുങ്ങളും സാധാരണ പണ്ടൊക്കെ ഏജ് ഒരുതായി കഴിയുമ്പോൾ പീരീഡ്സ് നിൽക്കുമായിരുന്നു ചെയ്യുന്നത്. അങ്ങനല്ല ഇപ്പൊ സ്ത്രീകൾക്ക്. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ഒരു 30 കഴിയുമ്പോൾ തൊട്ടുണ്ടല്ലോ പല പ്രശ്നങ്ങളാണ്. ഡെലിവറി കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പറയണ്ട, എന്നതേലും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ. പക്ഷെ ബാബുസേട്ടൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒത്തിരി. ഞാൻ പലപ്പോഴും ദേഷ്യം അങ്ങ് കൂടുമ്പോഴത്തേക്ക് ബാബുസേട്ടൻ ഇണ്ടാതിരുന്നിട്ടുണ്ട്. ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ആ ദേഷ്യം തീർക്കുന്ന മൊത്തം അത് കാണുമ്പോൾ ബാബുസേട്ടൻ അങ്ങ് സങ്കടം. ബാബുസേട്ടൻ്റെ എൻ്റെ എപ്പോഴും പറയും, ഇടി നമുക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞ് പോയതല്ലേ, അത് കഴിഞ്ഞ് ദൈവം നമുക്ക് തന്നതല്ലേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്നൊക്കെ പറയും. അവള് പോയി കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും കേട്ടോ, വേണ്ടായിരുന്നു കൊച്ചിനോട് എന്നതിന് ഇങ്ങനെയൊക്കെ, അവള് വരുമ്പോൾ സ്നേഹത്തിൽ നിൽക്കണം എന്നൊക്കെ. പക്ഷെ അവള് 4 മണിക്ക് വന്ന് കഥക് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് അച്ഛനോടങ്ങ് ദേഷ്യം. ഞാൻ പറഞ്ഞു, നീ അങ്ങനെയല്ലേ ചെയ്ത്, ഇങ്ങനെയല്ലേ ചെയ്ത്, കാരണങ്ങൾ കണ്ടുപിടിക്കാണ്. പക്ഷെ ഇപ്പം എനിക്ക് പീരീഡ്സ് ഒക്കെ നോർമലായി കേട്ടോ. ഇപ്പൊ പീരീഡ്സ് ഒക്കെ എനിക്ക് ഇപ്പൊ കുറച്ച് മാസങ്ങളായിക്കൊണ്ട് പീരീഡ്സ് ഒക്കെ എനിക്ക് നോർമലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പം ടെൻഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ ദേഷ്യം കുറഞ്ഞു. ഇപ്പം ഞാൻ എന്നാ ബഹളം കണ്ടാലും ഉണ്ടല്ലോ മിണ്ടാതിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ക്ഷമയോട് കൂടി ഇരിക്കുന്നതാണ് ഞാൻ. എന്നെ കണ്ടാലും ഞാനിങ്ങനെ അനങ്ങാതിരിക്കും, എന്നേലും ആട്ടെ എന്നുള്ളത്. പക്ഷെ മറ്റേ അങ്ങനെയല്ലായിരുന്നു. അതിനിപ്പോൾ ഈ കണ്ണനോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് പ്രാന്താണോ, അമ്മേനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ദേഷ്യം കണ്ടിട്ട്. അതുപോലെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, അതുപോലുള്ളതായിരുന്നു. അപ്പൊ അതൊക്കെ ഒത്തിരി മാറ്റം വന്നു കേട്ടോ. ഞാൻ പിന്നെ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. അതിൻ്റെയാണ് എന്നെ ഈ വേർക്ക് ഒക്കെ ചെയ്യുന്നത്. പിന്നെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോർമോൺ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, വെയിറ്റ് കുറയാൻ ഇച്ചിരി പതിയെ കുറഞ്ഞു വരുള്ളൂ. എന്നാണ് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ശരിക്കും വെയിറ്റ് കുറച്ചിട്ടോ, ശരിക്കും വണ്ണം കുറഞ്ഞ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും എൻ്റെ പണ്ട് ഞാൻ എങ്ങനെ ഇരുന്നു അതുപോലെ ആയിരുന്നു. അപ്പം ചോറ് പൂർണ്ണമായിട്ട് എനിക്ക് ചോറിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചോറ് കഴിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ചോറില്ലാതെ എത്ര കാലം വേണേലും ഞാൻ ഇരിക്കും. എനിക്ക് അങ്ങനെ ഇനി ഒരു ഫുഡ് കഴിക്കണം എന്നൊരു നിർബന്ധമൊന്നുള്ള ആളല്ല. വിശപ്പിന് എന്തെങ്കിലും കഴിക്കണം, അത്രയേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അത്രയും പ്രശ്നമില്ല. നമ്മളെ മനസ്സിലാക്കാതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമങ്ങളും ഒക്കെ വരുന്നത്. ഒത്തിരി പേര് ഇപ്പം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് വന്ന് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം, ചിലർക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് സങ്കടവും ദേഷ്യം. ഡോക്ടറോട് ചോദിച്ച് കരയാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നേ, ഞാൻ കരയുമായിരുന്നു, എനിക്കങ്ങ് സങ്കടം വരുമായിരുന്നു. എന്നെ കണ്ടാലും എനിക്കതിനെ എൻ്റെ അമ്മയെ കാണണമെന്നും, എനിക്ക് കൂടുതലും അമ്മയുടെ കാര്യത്തിലങ്ങ് ഭയങ്കര ഇതേമേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഓർത്തിരുന്ന് വേണ്ടാത്ത ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്നത്, കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് വാസന ചോദിക്കുന്നത്, നീ എന്നാത്തിനെ കരയുന്നു, നീ ഇരിക്കുക. അങ്ങനെ എനിക്ക് സങ്കടം വരുമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്കൊന്ന് പോയി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി അങ്ങനെ നിൽക്കാൻ കേട്ടോ. ആങ്ങളമാരും നാത്തുമാരും ഒക്കെയാണ്, അതൊക്കെ വേറെ സെഷൻ. നമ്മളെ മനസ്സിലാക്കാൻ അപ്പനും അമ്മയും മാത്രം ഉള്ളെന്നില്ല, അല്ലെങ്കിൽ പിന്നെ ചേട്ടത്തിയോ അനിയത്തിയോ വേണം. നമ്മൾ ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ അവർ ശരിക്കും മനസ്സിലാക്കും. അപ്പം ഇത് കേൾക്കുന്നവർ ഉറപ്പായിരിക്കും പെങ്ങൾ നിൽക്കുന്നതിൻ്റെ ആയിരിക്കും. ഒരിക്കലും അല്ല. ഞാൻ ആരുടെ അടുത്തോട്ട് ഒന്നിനും പോകാറില്ല. എൻ്റെ പാട് നോക്കി മാത്രം ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് വെച്ചാൽ അവർക്ക് അവരുടെ കുടുംബമായി, അവരതിനെപ്പറ്റി ചിന്തിച്ച് ജീവിക്കട്ടെ എന്നോർക്കും. എനിക്ക് നേരത്തെ അവരുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോണ്ടല്ലോ, അയ്യോ അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവന് സ്വസ്ഥതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു എൻ്റെ കൂടപ്പിറപ്പുകളെ പറ്റി. ഇപ്പം ഞാൻ അതൊക്കെ വിട്ടിപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുടുംബമായി, കുട്ടികളായി, അവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അവർക്ക് പരിഹരിക്കാൻ അറിയാം, ഞാൻ ഇന്നത്തിൽ അതിൽ ഇടപെടുന്നേ എന്ന് ചിന്തിച്ചാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പകുതി തലവേദന കുറവുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി മാറി. നമ്മുടെ കോയക്കമ്പഴത്തോട്ട് റെഡിയായിട്ട് ഇനി മുരിങ്ങയ്ക്കായി ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് അത് കറിയും വെച്ച് കഴിഞ്ഞാൽ ചോറ് കൊടുക്കാം. ഇനി നമുക്ക് ചോറ് കൊടുക്കുന്നതിനൊന്നും വീഡിയോ നിൽക്കുന്നില്ലേ. ഇനി വൈകിട്ട് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വെളിയിൽ. പുറത്തുമാരൊക്കെ മുറിച്ച് അതിൻ്റെ കരിയിലൊക്കെ കണ്ണം തൂക്കണം. അങ്ങനെ കുറച്ച് എനിക്ക് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ പെടുത്തും, അല്ലെങ്കിൽ ഇത്ര കൊണ്ടൊക്കെ വീഡിയോ ഒക്കെ തീരും കേട്ടോ. അപ്പം എനിക്കിന്ന് കൂടുതൽ പാചകം ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു, പാചകം കുറവായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ബാക്കിയൊക്കെ ഇനി കുറച്ച് വീഡിയോസൊക്കെ ബാക്കി വീഡിയോ അല്ലാതെ കാണാം കേട്ടോ. ഞാൻ ഇപ്പം ഇനിയിപ്പോൾ ഓഫ് ചെയ്തിട്ട് തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരട്ടെ. അപ്പം നമ്മുടെ ചീമച്ചക്ക കാഴ്ചയൊക്കെ നിങ്ങളൊക്കെ കാണിക്കേണ്ട. ഇതുകൊണ്ട് ഇതൊന്നേ ആദ്യമായിട്ട് വന്നത്, അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഒരു ചെറുതും അതിനിപ്പുറത്തായിട്ടുണ്ടേ. അപ്പം ആദ്യമായിട്ടൊക്കെ കാഴ്ച കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് സന്തോഷം, എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം മറക്കണ്ട കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പം മറക്കണ്ട, ആരും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തരും. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.